ഉമ്മന്റെ വള കാണാൻ ചെടി ഞാൻ കുളിക്കാൻ മുമ്പ് ആ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ട് പോയതാണ്. എനിക്ക് ഉറപ്പാ ഇത് ആരോ എടുത്തതാണ്. എന്താണ് ഞാൻ വിളിച്ചത്? ഡീന്നോ? നിന്നെ ഞാൻ ഡി എന്താടി ഇത്? നിന്നോടല്ലേ ഞാൻ ഇതൊക്കെ തിരുമ്പിടാൻ പറഞ്ഞത്? ഉമ്മാക്കും ആൾക്കേ വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്നിട്ട് മറ്റുള്ളവരുടെ കുശുമ്പും കുഞ്ഞായ്മയും പറയല്ലേ. അപ്പോഴേ ഉമ്മയും മകളും കൂടി അവിടെ തിരുമ്പിയിട്. നിങ്ങൾക്ക് രണ്ടാൾക്കേ ഒരു വ്യായാമം ആവട്ടെ. പിന്നെ നീ ഇവിടെ എന്തിനാടി ഈ വീട്ടിൽ? പിന്നെ എന്റെ ഉമ്മാന്റെ സകല പണികളും ചെയ്യാൻ വേണ്ടിട്ടാ ഞാനും ഉമ്മയും കൂടി നിൽക്കാനെ കൊണ്ടേ പെട്ടെന്ന് ഒരു കല്യാണം തന്നെ കഴിപ്പിച്ചത്. അതുകൊണ്ടേ നീ കൂടുതൽ കടന്ന് നിഗളിക്കണ്ട. നീ മര്യാദക്കേ ആ തുണികൾ കൊണ്ടേട്ടെ ഞാൻ തിരുമ്പിയിടാൻ നോക്ക്. ഇല്ലടി തിരുമ്പില്ലടി, നീ എന്താ ചെയ്യാ? പിന്നെ നീ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി പറ. എന്റെ അടുത്ത് നീ പറയാൻ പറ്റില്ല. എന്താണ് നീ എന്നെ വിളിച്ച് ഡീന്നോ? നിന്നെ ഞാൻ എന്റെ മേത്ത് തൊട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട പോളെ. നിന്നെ പോലെ തന്നെ അടി എനിക്കും വേദനിക്കേ. പിന്നെ ഇതുവരെ ഞാൻ നിന്നെ സ്നേഹത്തോടെയാണ് താത്ത താത്താന്ന് വിളിക്കണ്ടായിരുന്നത്. ഇനി നീ ആ വിളി പ്രതീക്ഷിക്കേണ്ട. ഇനി മുതൽ ഞാൻ നിന്നെ ഡീന്നേ വിളിക്കുള്ളൂ. പിന്നെ ഇനി മുതലും നീ എന്നെ താത്താന്നേ വിളിക്കാവൂ. നിന്റെ ഇക്കാന്റെ ഭാര്യയാണ് ഞാൻ. പ്രായം കൊണ്ട് നീയാണ് മൂത്തതെങ്കിലും സ്ഥാനം കൊണ്ടേ ഞാനാണ് വലുത്. മനസ്സിലായല്ലോ? നിനക്ക് ഞാൻ തരാടി, നീ നോക്കിയിരുന്നോ? സ്വന്തം കയ്യിലിരിപ്പോണ്ട് കുടുംബജീവിതം തൊലച്ചിട്ട് വന്നിരിക്കുക. എന്നിട്ടോ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കഷ്ടം. മിണ്ടാപ്പൂച്ച കാലോടയ്ക്കാൻ പറയണത് ഇതാണ്. ഇപ്പൊ ഒരവസരം വന്നപ്പോ അവള് നമ്മളെ കുത്തുന്ന കണ്ടില്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയമ്മ. അവളുടെ ഉമ്മ വന്ന് പോയ ശേഷം അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അവളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ വിഷമിക്കൊന്നും വേണ്ടുണ്ണി. അവൾക്കുള്ള പണി ഈ ഉമ്മ കൊടുത്തോളാം. അവളുടെ തെമ്പ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ അവൾ ഒന്നും മിണ്ടാണ്ട് തല താഴ്ത്തി നിൽക്കും. നീ നോക്കിക്കോ. ഈ വളേ ഇവിടെ ഇരിക്കട്ടെ. കുളി കഴിഞ്ഞിട്ട് ഇടാം. കയ്യിലിട്ടാലേ സോപ്പും എണ്ണയൊക്കെ ആവും. അയ്യോ, എന്റെ വള എവിടെ? ഞാനിവിടെ വെച്ചതാണല്ലോ, കാണാനില്ല. എന്റെ വള എവിടെ? ഞാനിവിടെ വെച്ചതാണല്ലോ. ആരും എടുത്ത് ഒരു സാധനം വെച്ചവിടെ കാണില്ല. ആരും എന്റെ വള എടുത്തത്? എന്താ പറയുന്നു? ഞാനും എന്റെ വള ആരെടുത്തത്? എന്തുമ്മ, എന്താ പ്രശ്നം? ഉണ്ണി ഉമ്മാന്റെ വള കാണാനില്ലടി. ഞാൻ കുളിക്കാൻ മുമ്പ് ആ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ട് പോയതാണ്. അപ്പൊ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ സാധനം അവിടെ കാണാനില്ല. എനിക്ക് ഉറപ്പാ ഇത് ഈ വീട്ടിലത്തെ ആരും എടുത്തതാണ്. അയ്യോ, അതല്ലേ മാം, ഈ പട്ടാപ്പാലൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കയറി എടുക്കാൻ മാത്രം ഇത്രയ്ക്ക് വലിയ കള്ളന്മാരെ കൂടി ഉണ്ടോ? കള്ളനല്ല, കള്ളത്തി, പേരും കള്ളത്തി. എനിക്ക് ഉറപ്പുണ്ട് എന്റെ വള ഇവളെന്നെ എടുക്കുള്ളൂ. ഞാൻ ആ വളയെ ഫ്രിഡ്ജിന്റെ മേലെ വെക്കുമ്പോഴും ഇവിടെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇടങ്ങണിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി കള്ളി. ഞാൻ കുളിക്കാൻ പോയി തക്കം നോക്കിയിട്ട് ഇവളെന്നെയായിരിക്കും അത് എടുത്തത്. ഉമ്മ, നിങ്ങൾ വെറുതെ അനാവശ്യം പറയല്ലേ. എന്നെ കള്ളിന്നൊക്കെ വിളിച്ചാണ്ടല്ലോ എന്റെ വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഒരനാവശ്യടി, ഉള്ളതന്നെ ഞാൻ പറഞ്ഞത്. നീ എന്നെ എടുക്കുള്ളൂ എന്റെ വള, അതെനിക്ക് ഉറപ്പാണ്. അല്ലാണ്ട് ഇപ്പൊ ആര് വന്നെടുക്കാനാണ് ഈ വീട്ടിന്റെ ഉള്ളിൽ എന്റെ വള? നീ എന്നെ അത് കണ്ടത്, അപ്പൊ നീ തന്നെ എടുത്തിട്ടുണ്ടാവുക. അതിനെ ഞാൻ മാത്രമൊന്നല്ലേ ഈ വീട്ടിലുള്ളത്, നിങ്ങളുടെ മകളും ഇല്ലേ? അവളെടുത്ത് ചോദിക്കും, ചിലപ്പോഴേ അവളെടുത്തിട്ടുണ്ടാവും. എന്റെ മകളോ? അവൾക്കേ മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് വേണ്ടതേ ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ അടുത്തുള്ള സ്വർണ്ണങ്ങള് അത് മൊത്തേ അവൾക്ക് ഉള്ളത് തന്നെയാ.
പിന്നെ അവൾക്ക് എന്റെ അടുത്ത് നിന്ന് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നീ തന്നെ എടുത്തത്, അത് എനിക്ക് 100% ഉറപ്പാ. ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എവിടെങ്കിലും കൊണ്ട് പൂത്തി വെച്ചിട്ടുണ്ടാവും. അതാണ് നിനക്ക് ഇത്ര തെമ്പ്. അത് ശരി മം, ഇവള് അതെടുത്ത് വിറ്റിട്ടേ പൈസ മൊത്തം അവളുടെ ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാനായിരിക്കും പ്ലാന്. അവളുടെ തള്ള ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് കിടക്കല്ലേ. ശരി, നിങ്ങൾക്ക് അത്രയ്ക്കൊക്കെ ഉറപ്പാണെങ്കിലേ എന്റെ റൂമും സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീട്ടിലേ ഞാൻ മാത്രമല്ലല്ലോ, ജസ്നയും ഇല്ലേ. ഇനിയിപ്പോ ആ വള എന്റെ റൂമിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്നാന്റെ റൂമും സാധനങ്ങളും കൂടി ഒന്ന് പരിശോധിക്കണം. വീട്ടിലുള്ളവരുടെ ഒരു സാധനം കണ്ടിട്ടായാലേ വീട്ടിലുള്ള എല്ലാവരും റൂമും നോക്കണ്ടേ, അല്ലാണ്ട് ഒരാളുടെ മാത്രം സംശയിക്കാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ അവളുടെ റൂമും കൂടി നോക്കുകയാണെങ്കിൽ ഞാനും സമ്മതിക്കാം, അല്ലാണ്ട് ഈ റൂമിക്ക് കേറുക വേണ്ട. ശരി, അവളുടെ റൂം ഞാൻ നോക്കാം. എന്റെ മകൾ എന്തായാലും എടുക്കില്ല, അതെനിക്ക് ഉറപ്പാ. എന്നാലും ഞാനും നിനക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ നോക്കാം. ശരി എന്നാ ആദ്യേ എന്റെ റൂമിനെ നോക്കാം. വായോ, വാ ഉണ്ണി, ഞാൻ അവളെ അവളുടെ അലമാര വെച്ചിട്ടുണ്ട്, അത് കലക്കും. വാ. ആദ്യം നിന്റെ അലമാര എന്നെ തപ്പാ. നീ എന്തെങ്കിലും ഒളിപ്പിക്കെങ്കിലും ഈ അലമാരയിൽ ഒളിപ്പിക്കാനാ ചാൻസ് കൂടുതൽ, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഇതന്നെ ഞാൻ ആദ്യം തപ്പട്ടെ. ഓ, ഇത് പൂട്ടിയ, നേരത്തെ ഇത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇത് പൂട്ടിയാക്കാണോ? ഇതിന്റെ ചാവിതാ. നിന്നെ കൊള്ളിയാക്കിട്ട് വേണടി നിന്റെ മുഖത്ത് നോക്കി എനിക്ക് കൊള്ളി കൊള്ളിന്ന് വിളിക്കാൻ. എന്റെ വള എവിടെ? ഞാനിപ്പോഴാണോ വള പോയാ? കാണാനില്ല. എന്തായിമ്മ, കിട്ടിയോ? കിട്ടിയില്ല? ഒന്നും കൂടി നേരെ നോക്ക്, ചിലപ്പോ തുണികളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് നേരെ നോക്ക്, കിട്ടും. അതിവിടെ ഇല്ല. ഇനിയിപ്പോ ഇവളതെടുത്ത് വല്ലവിടെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവോ? എന്തേ, അതിലില്ല അല്ലേ? ഇനിയിപ്പോ എവിടെ നോക്കാം? എന്റെ ബാഗിൽ നോക്കാം. പിന്നെ ഈ കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കാം. അവിടെയൊക്കെയാണല്ലോ സാധാരണ നമ്മൾ ഒളിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കോളി. ഉമ്മാക്കും മകൾക്കും എന്നെ പെട്ടെന്ന് തന്നെ കള്ളിയൊക്കെ ഉണ്ടായിരുന്നു. വേഗാവട്ടെ. ഉമ്മ അവളെ അലമാര വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്താ അത് എടുക്കാത്തത്? കഴിഞ്ഞില്ലേ? അവിടെ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ വേണമെങ്കിൽ എന്നെയും കൂടി ഒന്ന് പരിശോധിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നോക്കിക്കോളി. ഇത്ര ധൈര്യത്തിലൊക്കെ പറയണെങ്കിൽ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എന്തേ, എന്നെ നോക്കണില്ലേ? നോക്കണില്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, എണിച്ചോളിമ്മ. നമുക്കേ ജസ്റ്റ് ഞാൻ റൂം ഒന്ന് നോക്കാം. കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ബാ, നമുക്കൊന്ന് നോക്കാം. ബാ. എവിടെ വള? നിങ്ങളല്ലേ പറഞ്ഞത് ഈ അലമാറ വെച്ചിട്ടുണ്ട് അവളുടെ കള്ളിയാക്കാന്നൊക്കെ, എന്നിട്ട് വള എവിടെ? അതിന്റെ ഉള്ളിൽ ഞാനും നോക്കണതേ. ഞാൻ ആ വള ഈ അലമാറന്റെ ഉള്ളിൽ തുണികളുടെ ഇടയിൽ വെച്ചതാടി. അപ്പൊ നോക്കുമ്പോ അത് കാണുന്നില്ല. അവൾ ആ വള എടുത്തിട്ട് എവിടെയോ ഒളിപ്പിച്ച് വെച്ചോന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ വള പോയുറപ്പേ, ഇനി അവളെ കിട്ടൂല്ലേ. നന്നായി. ഉമ്മക്ക് അങ്ങനെ തന്നെ വേണം. ഉമ്മാന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറഞ്ഞ എന്നെ വേണം തല്ലാന്. അല്ലമ്മ, ഇനിയിപ്പോ അവളെ അലമാറയിൽ വള എടുത്തിട്ടേ എന്റെ റൂമിലെങ്ങാൻ കൊണ്ടുവച്ചിട്ടുണ്ടാവോ? അല്ല, പറയാൻ പറ്റില്ല. അവള് ചിലപ്പോഴേ അങ്ങനെയൊക്കെ ചെയ്യും, എന്നെ കള്ളിയാക്കാൻ വേണ്ടിട്ട്. അയ്യോ, ആ വളയെങ്ങാനും എന്റെ റൂമിൽ നിന്ന് കിട്ടിയ പിന്നെ ഞാൻ ചാവ് നല്ലത്. നാണക്കേട്. എവിടെ വരുന്നില്ല ഉമ്മിമാളും? ഇവിടെ വരി. അവള് വിളിക്കുന്നുണ്ട്, നീ വായോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട. ഇതേ അവള് എടുത്തിട്ട് വേറെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചാൽ എടുക്കും. നീ പറഞ്ഞ പോലെ അത് വിറ്റിട്ട് അവളുടെ ഉമ്മാക്ക് പൈസ കൊടുക്കാനായിട്ട് അവളുടെ പ്ലാന്. നീ ഇങ്ങോട്ട് വായോ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ബാ.
നടക്ക്. ഉമ്മ നമുക്കിപ്പം ആദ്യം എവിടെ നോക്കുക? താത്താന്റെ സാധനങ്ങൾ പറയാനായിട്ട് ഇപ്പം ആകെ ഒരു ബാഗല്ലേ ഉള്ളൂ. നമുക്കിന്ന് ആദ്യം ആ ബാഗ് തന്നെ നോക്കാം അല്ലെ? നിങ്ങൾ നോക്കിക്കോളി. അല്ലെങ്കിൽ വേണ്ടപ്പോ ഞാൻ തന്നെ നോക്കാം. നിങ്ങളല്ലേ എന്റെ റൂം നോക്കിയത്, അപ്പൊ താത്താന്റെ റൂമേ ഞാൻ നോക്കാം. ഞാനേ ബാഗ് നോക്കാം. ഈ പേടിച്ചൊന്നും മാറി. ഇതെല്ലാം ഉമ്മാന്റെ വള. എന്റെ വള. ഇന്നാലും എന്റെ ജസ്നത്താത്ത ഒന്നുങ്ങളും ഈ പണി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സ്വന്തം ഉമ്മാന്റെ വളയൊക്കെ കക്കുക എന്ന് പറഞ്ഞാലേ അത്രയ്ക്കും വലിയ പെരുങ്കള്ളികളാ അതൊക്കെ ചെയ്യുള്ളൂ. താത്താന്റെ സ്വർണങ്ങളൊക്കെ അളിയം കൊണ്ട് വിറ്റ് തൊലച്ചൂല്ലേ? താത്താക്ക് ഇപ്പം അങ്ങനെ സ്വർണങ്ങളൊന്നും ഇല്ല അല്ലേ? അപ്പൊ അതായിരിക്കുംല്ലേ താത്ത ഉമ്മാന്റെ വള കെട്ടത്. അത് കുഴപ്പമില്ല താത്താക്ക് ഇടാൻ പൂതിയിട്ടായിരിക്കും. അത് കുഴപ്പമില്ല. അല്ലാത്ത അതിനിങ്ങനെ കക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. താത്താക്ക് ഉമ്മാനോടൊന്നും ചോദിച്ചാ പോരെ? ഉമ്മ തരില്ലേ? ഉമ്മാക്കുള്ളതെല്ലാം മകൾക്കുള്ളതല്ലേ? താത്ത ഒന്ന് ചോദിച്ചാ പോരെ? ഉമ്മ തരുമല്ലോ. ഞാനിപ്പോ എന്താ ആലോചിക്കുന്ന അറിയോ? ഈ വീട്ടിന്റെ ഉള്ളിലുള്ളവരെന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്താ ചെയ്യാ? ഇനിയിപ്പൊ നാളെ എന്തെങ്കിലും മോഷണം പോയാലും എല്ലാരും താത്താനെയല്ലേ സംശയിക്കുള്ളൂ. ഒരു വട്ടേ കള്ളി പെരുങ്കള്ളി എന്നുള്ള പേരൊക്കെ നമുക്ക് വീണാലേ അത് പെട്ടെന്നൊന്നും പിന്നെ മാറില്ല. ആകെ മാറി പുഴുത്തു. എന്നാലും എങ്ങനെ എങ്ങനെ ഒരു പണി നേരം നമ്മൾ ചെയ്യാറിയില്ലെങ്കിലേ പിന്നെ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനം ഇല്ലേ? എന്നെ അവളുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ ഒരു പണി ചെയ്യുമ്പോഴേ അത് നോക്കി കിടക്ക ചെയ്യണമ്മ. നിങ്ങൾ അവളുടെ അലമാര വെക്കുന്നതേ അവൾ കണ്ടിട്ടുണ്ട്. അതന്നെ അവള് ആ വള എടുത്തിട്ട് എന്റെ ബാഗ് കൊണ്ടുവച്ചത്. എനിക്കൊരു പണി തരാൻ വേണ്ടിട്ട് കരുതി കുട്ടി ചെയ്തത് അവള്. ഇനിയിപ്പൊ ഇത് മതി അവൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിട്ട്. ഒശോ, ഞാനിനി എവിടെങ്കിലും പോയി ചാവുക നല്ലത്. എന്നാലും അവള് ഭയങ്കര സാധനം തന്നെ. ഇപ്പഴാ ശരിക്കും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടത്. അപ്പൊ ഇതാണ് ഒരു പ്ലാൻ അല്ലേ? എന്നെ കള്ളിയാക്കാൻ വേണ്ടിട്ട്. ശരിക്ക് തരുന്നു. നിനക്കുള്ള പണി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നീ എന്റെ വള തല്ലിയില്ലേ? എന്റെ വള നിന്റെ അലമാറയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നിന്നൊരു പെരുങ്കള്ളിയാക്കിയിട്ട് നിന്റെ ചെറിയിൽ എനിക്കൊന്ന് പൊട്ടിക്കാൻ.